ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവളുമാര് വിചാരിക്കണം മോഹിനി ലക്ഷ്മി. മഹാലക്ഷ്മിക്ക് മുന്നിൽ കരുണ അടിയറവ് പറയുമോ? ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് എന്റെ പൊന്നോ പ്രതാപൻ ഇടിച്ച് പരിപ്പളക്കുന്നുണ്ട് നമ്മുടെ പോലീസെ. അത് നമ്മുടെ സ്വന്തം മുത്തശ്ശിയുടെ മുന്നിലിട്ടാട്ടോ, സ്വന്തം അമ്മയ്ക്ക് മുന്നിലിട്ട് നമ്മുടെ മകനെ ഇഞ്ചപ്പരുവമാക്കുകയാണ് നമ്മുടെ പോലീസുകാർ. ലാസ്റ്റ് നമ്മുടെ വനിതാ പോലീസൊക്കെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മുന്നിലിട്ടല്ലേ ആ പെണ്ണിനെ നിങ്ങളുടെ മകനിട്ട് എടുത്തിട്ടടിച്ച് നിന്നിട്ട് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയോ, നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങളുടെ മകൻ അടികൊണ്ട് ചാകാൻ പോകുക എന്നൊക്കെ പറഞ്ഞ വനിതാ പോലീസ് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി ഭയങ്കര കരച്ചില്ല, എൻ്റെ മോനെ അടിക്കല്ലേ പിടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളവും കരച്ചില്ലേ. അപ്പൊ ഈ ഒരു വാർത്ത കേട്ടിട്ട് നമ്മുടെ കരുണ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ഓടിപ്പാഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ കരുണ ഭയങ്കരമായിട്ട് ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, ഇനി എന്നെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ മഹാലക്ഷ്മിക്കും മോഹിനിനെ കൊണ്ടേ പറ്റുള്ളടി എന്ന് പറയുകയാണ്. അങ്ങനെ എന്നെ കരുണ രണ്ടും കൽപ്പിച്ച് നമ്മുടെ മോഹിനിനെ കാണാൻ വേണ്ടി ലേഖയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും ലേഖയും അനന്തവും കൂടെ ആട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ കണ്ണനാണെങ്കിൽ കാറിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടാവേ. അപ്പൊ കണ്ണൻ വേഗം തന്നെ സീറ്റ് ബാക്കിലോട്ട് താഴ്ത്തി അവിടെ കിടക്കുന്നുണ്ട്, അതായത് കരുണയുടെ കണ്ണിന് മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടി. പക്ഷേ കരുണ ഇപ്പൊ പറയുന്നുണ്ട്, ലേഖയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, നീ അമ്മയെ സ്നേഹിക്കുന്ന മോളല്ലല്ലോ, പിന്നെ നീ എന്തിനാ അമ്മയെ കാണാൻ വരുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ എന്താ പറയാ കരുണ പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് അവിടെ വാശി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി കണ്ണനെങ്ങാനും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന കണ്ടാൽ പിന്നെ കരുണയ്ക്ക് എല്ലാം മനസ്സിലാകും, കാരണം അരി തന്നെയല്ലേ കഴിക്കുന്നത് അല്ലേ. എന്തായാലും ഈ ഒരു കള്ളങ്ങൾ പൊളിയുന്ന നിമിഷമാണോ എപ്പിസോഡാണോ ഇത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹെറാമതി മലയാളി സൈനിങ് ഓഫ്.